2030 നിലവിൽ വരുന്ന ദുബായ് വാണിജ്യ ലോജിസ്റ്റിക്സ് റോഡ് ഗതാഗത സ്ട്രാറ്റജിക്ക് അന്തിമ രൂപമായി. ദുബായ് RTA ആണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ലൈസൻസ് ഇല്ലാതെ ഖുർആൻ പഠനം നടത്തുന്ന ഓൺലൈൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്ക് UAE നിരോധനം ഏർപ്പെടുത്തി. അങ്ങനെ ദുബായിൽ നിന്നും ഒട്ടനവധി വാർത്തകളുണ്ട് നമുക്കപ്പോൾ. ദുബായിൽ നിന്നും ഇപ്പോൾ MCA നാസർ നമ്മോടൊപ്പം ചേരുകയാണ്. നാസർ, ഗുഡ് ഈവനിങ്. ആദ്യം തന്നെ അറിയേണ്ടത്, ഈ ലൈസൻസ് ഇല്ലാതെ ഖുർആൻ പഠനം നടത്തുന്ന ഓൺലൈൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയെന്നുള്ള വാർത്ത ഇന്ന് പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല UAE ബന്ധപ്പെട്ട അതോറിറ്റിയിൽ നിന്നും ആവശ്യമായ ലൈസൻസ് നേടാതെ പഠന കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനോ നടത്താനോ പാടില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു. മറ്റൊന്ന്, UAEയുടെ മധ്യസ്ഥയിൽ റഷ്യ യുക്രൈൻ തടവുകാരെ കൈമാറ്റം നടന്നു. ആ കൈമാറ്റം നടന്നപ്പോഴുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ്? മറ്റൊരു സുപ്രധാനമായ ഒരു കാര്യം കൂടി, അതായത് ഇന്ത്യൻ ടീം ഹെഡ് കോച്ചായി നിയമിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെ ഇന്ത്യയിലെ മുൻ ക്രിക്കറ്റ് താരമായിരുന്ന ഗൗതം ഗംഭീർ അബുദാബിയിൽ മെഡിയോർ ഹോസ്പിറ്റലിൽ കുട്ടികളുമായി സംവദിച്ചു എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഈ സംവാദത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്? മറ്റ് വിശദാംശങ്ങളൊക്കെ ഒന്ന് സമഗ്രമായി പറഞ്ഞാലും. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും വലിയ പ്രാധാന്യമുള്ള നിരവധി വാർത്തകളുള്ള ഒരു ദിവസം കൂടിയാണ് UAE ഇന്ന് സംബന്ധിച്ചിടത്തോളം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ദുബായ് RTA ബന്ധപ്പെട്ടതാണ്. ദുബായ് റോഡ് വാണിജ്യവുമായി ബന്ധപ്പെട്ട ഗതാഗത സ്ട്രാറ്റജിക്ക് UAE രൂപം നൽകിയിരിക്കുന്നു. അത് 2030 ഒരു സ്ട്രാറ്റജിക്കാണ് രൂപം നൽകിയിരിക്കുന്നത്. അതിലൂടെ ദുബായിയുടെ സാമ്പത്തിക വളർച്ചയിൽ വലിയ ഒരു പങ്ക്, ഒട്ടും മോശമല്ലാത്തൊരു പങ്ക് നൽകാൻ ഈ റോഡ് വാണിജ്യ സ്വഭാവത്തിലുള്ള റോഡ് ഗതാഗത സ്ട്രാറ്റജിയിലൂടെ നടക്കുമെന്നൊരു പ്രതീക്ഷ കൂടിയാണ് RTA പങ്കുവെക്കുന്നത്. കാരണം കാർബൺ ബഹിർഗമനം പരമാവധി കുറച്ചുകൊണ്ടുള്ള ഒരു നീക്കം കൂടിയായിരിക്കും ഇതിൻ്റെ ഭാഗമായിട്ട് ദുബായ് ആവിഷ്കരിക്കാൻ പോകുന്നത്. 2030 എന്നൊരു കാലയളവ് മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി കൂടിയാണിത്. അതുമാത്രമല്ല, ഒട്ടേറെ തൊഴിലവസരങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടും. ആ തൊഴിലവസരങ്ങൾ മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർക്കും അടുത്ത വരും വർഷങ്ങളിൽ ഗുണം ചെയ്യുമെന്ന ഒരു പ്രതീക്ഷ കൂടി ഈ സ്ട്രാറ്റജി പ്രഖ്യാപിക്കുമ്പോൾ ഈ ദുബായ് ഗവൺമെൻറ്റും വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഓൺലൈൻ അനൗദ്യോഗിക സ്വഭാവത്തിലുള്ള അല്ലെങ്കിൽ അംഗീകാരമില്ലാതെ നടക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള ഖുർആൻ പഠനത്തിന് UAE ഉടനീളം വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു വാർത്തയാണ്. കാരണം നിരവധി ഓൺലൈൻ സൈറ്റുകളും സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ പഠനത്തിലേക്ക് താല്പര്യമുള്ളവരെ ആകർഷിക്കാനുള്ള ഒരു നീക്കം സമീപകാലത്ത് പല രാജ്യങ്ങളും എന്ന പോലെ UAE നടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു കർശനമായിട്ടുള്ളൊരു വിലക്ക് ഇതുവരെ ഉണ്ടായിരുന്നില്ല. പക്ഷേ പല അധ്യാപനങ്ങൾ നടത്തുന്നവരുടെയും താല്പര്യങ്ങൾ ഈ ഖുർആൻ പഠനത്തിൽ വരുന്നുണ്ട്. അതുമാത്രമല്ല, കൃത്യമായിട്ടുള്ള യോഗ്യതയില്ലാത്ത അധ്യാപകർ ഈ ഖുർആൻ പഠനവും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനവും നടത്തുമ്പോൾ അത് രൂപപ്പെടുത്തുന്ന വലിയ ദോഷഫലങ്ങളുണ്ട്. അതുകൂടി മുൻനിർത്തിക്കൊണ്ടാണ് ദുബായ് UAE ഔക്കാഫ് മന്ത്രാലയം ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഓൺലൈൻ മുഖേന നടത്തുന്ന അംഗീകാരമില്ലാത്ത ഖുർആൻ പഠന കേന്ദ്രങ്ങൾക്കും സംവിധാനങ്ങൾക്കുമാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നിയമം ലംഘിച്ച് ആരെങ്കിലും അത്തരം നീക്കങ്ങൾ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഏതാണ്ട് 2 മാസം വരെ തടവും 500,000 ദിർഹം വരെ ഫൈനും ഈടാക്കുമെന്ന മുന്നറിയിപ്പ് കൂടി UAE ഔക്കാഫ് മന്ത്രാലയം നൽകുന്നുണ്ട്. മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്നത് ഗൗതം ഗംഭീറിൻ്റെ അബുദാബിയിലുള്ള സാന്നിധ്യമാണ്. കാരണം ഗൗതം ഗംഭീർ മിക്കവാറും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലകനായിട്ട് വരാനുള്ള വലിയ സാധ്യത നിലനിൽക്കുകയാണ്. ഗൗതം ഗംഭീർ ഇന്ന് അബുദാബിയിൽ ബുർജിൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു സ്വകാര്യ ചടങ്ങിനെത്തിയത്. ആ ചടങ്ങിലെത്തിയ ഘട്ടത്തിൽ വിദ്യാർത്ഥികളുമായിട്ട് അദ്ദേഹം വളരെ വിശദമായിട്ട് സംവദിച്ചു. തന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ടീമിൻ്റെ ഒരു കോച്ചാകാൻ സാധിക്കുകയാണെങ്കിൽ അതിലപ്പുറം ഒരു ഭാഗ്യം തന്നെ തേടി വരാനില്ല. തീർച്ചയായിട്ടും ഒരു സമർപ്പണത്തോടു കൂടി ഇന്ത്യൻ ടീം മുന്നേറുകയാണെങ്കിൽ, ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള തങ്ങളുടെ ഒരു കുടുംബാംഗങ്ങളെ പോലെ ജനങ്ങൾ ഈ ടീമിനെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോകോത്തര വിജയം നേടാൻ ഇന്ത്യൻ ടീമിന് സാധിക്കുമെന്ന ഒരു പ്രതീക്ഷ കൂടിയാണ് സ്വാഭാവികമായിട്ടും ഇന്നത്തെ കുട്ടികളുമായിട്ടുള്ള നല്ല സംവാദത്തിൽ ഗൗതം ഗംഭീർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മറ്റ് പല നിലക്കുള്ള UAEയുടെ വളർച്ചയും മറ്റുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളും ഇന്ന് ദുബൈയിൽ നിന്നും അതോടൊപ്പം തന്നെ UAEയിലെ മറ്റു ഭാഗങ്ങളിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട്. ശരി, എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.